മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ അറിയാതെ മഹാലക്ഷ്മിക്ക് അവിഹിതമുണ്ടെന്നും അതിൽ ഒരു കുഞ്ഞ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ മുളച്ചു എന്നും ദുർഗയും ഉണ്ണിയൊക്കെ തന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്തായാലും കുഞ്ഞുണ്ട് എന്നുള്ളൊരു സത്യം ഒരു അമ്മ വന്ന് പറയുകയാണ്. പ്രസവമൊക്കെ നോക്കുന്ന അമ്മയായതുകൊണ്ട് തന്നെ അവർക്കത് തള്ളിക്കളയാനും പറ്റുന്നില്ല. അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും മുന്നോട്ട് പോകുന്നതും. കണ്ണനാണെങ്കിൽ മഹിയെ തനിച്ചാക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. കാരണം മഹിക്ക് അവശതയുള്ളത് കൊണ്ട് തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് അവരുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കൺഫേം ചെയ്യണം. അതിനാണോ വഴിയില്ലാത്തത്? നീ ഗ്രീസ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് എടുക്കുന്നിങ്ങനെ പറയുകയാണ് ദുർഗ. അതെന്തിനാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എടുക്കാനായിട്ട് ദുർഗ പറയുന്നു. പിന്നീട് ഉണ്ണി അത് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹി ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റെപ്പിൽ ദുർഗയാവട്ടെ ഗ്രീസൊക്കെ തന്നെ തേച്ച് വയ്ക്കണം. അതറിയാതെയാണ് മഹിയാണെങ്കിൽ ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവർ അടുക്കളയിൽ ഒളിച്ചു നിൽക്കുന്നു. മഹി ഇറങ്ങി വരുന്നതും ആ ഒരു സ്റ്റെപ്പിൽ ചവിട്ടുമ്പോൾ തന്നെ വഴുതി താഴേക്ക് വീഴുകയാണ്. നിലവിളിച്ചുകൊണ്ടാണ് മഹി താഴേക്ക് വീഴുന്നത്. എന്തായാലും മഹാലക്ഷ്മിക്കാണെങ്കിൽ നല്ല പേടി തോന്നുന്നുണ്ട്. കാരണം കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. കണ്ണൻ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നൊക്കെ ദുർഗയോടും ഉണ്ണിയോടും പറയുമ്പോൾ അവരാണെങ്കിൽ കൺഫേം ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിയിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റെപ്പിൽ വഴുക്കി വീണതാണെന്നൊക്കെ പറയുന്നു. ഈ സമയം ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം യാതൊരു പ്രശ്നമില്ലെന്നിങ്ങനെ അറിയിക്കുകയാണ്. പിന്നീട് ബന്ധുക്കളെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഡോക്ടർ അവൾക്ക് എന്ത് പറ്റിയതാണെന്ന് ദുർഗ ചോദിക്കുമ്പോൾ എന്ത് പറ്റിയതാണെന്നോ, ആള് വീണു അതൊക്കെയാണ്, അല്ല അവളുടെ വയറ്റിൽ കുഞ്ഞെന്തെങ്കിലും ഉണ്ടോ, കുഞ്ഞുണ്ടോന്നോ, അപ്പോൾ ഇതുവരെയും നിങ്ങൾ ചെക്കപ്പ് ഒന്നും നടത്തിയില്ലേ എന്നിങ്ങനെ ഡോക്ടർ തിരിച്ച് ചോദിക്കുന്നു. ഇല്ല ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി എന്നോട് ആദ്യം ചോദിച്ചത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങളൊക്കെ അവളുടെ ബന്ധുക്കളല്ലേ, എന്നിട്ടും അവൾ കൺസീവായ കാര്യം ഇതുവരെയും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കണം. ആ കുട്ടി പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നു, പക്ഷേ ഇതിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വയറ്റിലുള്ള കുഞ്ഞിന് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മഹിയാണെങ്കിൽ ആകെ വിഷമിക്കുകയാണ്. കാരണം ആ അമ്മ പറഞ്ഞതൊക്കെ തന്നെ അവൾ ഓർക്കുന്നുണ്ട്. വളരെയധികം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറവി കൊള്ളുക എന്ന്. എന്തായാലും ഈ സമയം ദുർഗയും ഉണ്ണിയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഈ വിവരം എത്രയും പെട്ടെന്ന് കണ്ണനെ അറിയിക്കണം. ഉറപ്പായിട്ടും ആ മഹാലക്ഷ്മിയെ തകർത്ത് ആട്ടി പുറത്താക്കാനായിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസാണിത്. അവൾ ഉറപ്പായിട്ടും ഇനി കണ്ണൻ കമലേശ്വരത്ത് വെച്ച് വാഴിക്കില്ല. അവന് അച്ഛനാവാൻ കഴിയാത്ത സ്ഥിതിക്ക് അവളുടെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അവൻ ചോദ്യം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവളെ ആട്ടി പുറത്താക്കും. അറിയാമല്ലോ, കണ്ണൻ്റെ ജീവനാണ് ഈ മഹാലക്ഷ്മി. അപ്പോൾ അവൾ ചതിച്ചു എന്നറിയുമ്പോൾ കണ്ണൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ ദുർഗ പറയുന്നു. എങ്കിൽ പിന്നെ നമുക്ക് ആ സന്തോഷകരമായിട്ടുള്ള കാഴ്ച കാണാം അമ്മേ, അയാളെ എത്രയും പെട്ടെന്ന് വിളിച്ച് വിവരം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാവട്ടെ വേഗം തന്നെ കണ്ണനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. കാരണം മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ഒന്ന് ഛർദ്ദിക്കുന്നത് തന്നെ കണ്ണന് ഇപ്പോൾ പേടിയാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഓടിയെത്തുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ദുർഗ പറയുന്നുണ്ട്. നീ നിൻ്റെ ഭാര്യയെ തലയിൽ വെച്ചിട്ടാണല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പം എന്തായി? അവളെ ഒരു അവിഹിത സന്തതിയെയും വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്, ഇന്നിപ്പോൾ വീണതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ്. ഈ സമയം കണ്ണനാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് പുറത്ത് പ്രകടിപ്പിക്കാതെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മഹിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയതെന്നും. അങ്ങനെ മഹി പറയുകയാണ്, അമ്മ എന്നെ ചോദ്യം ചെയ്തിരുന്നു, വയറ്റിൽ കുഞ്ഞുണ്ടോ എന്നൊക്കെ ചോദിച്ച്, കണ്ണനെ ചതിക്കുകയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ അമ്മയോട് തർക്കിച്ച് തന്നെയാണ് മറുപടി കൊടുത്തത്, പക്ഷേ ഇതുപോലെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഒരു എണ്ണയിൽ തട്ടിയിട്ടാണ് താൻ വീണത് എന്നുള്ള സത്യങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, ഇനി ആ വീട്ടിൽ മഹാലക്ഷ്മി ഇരിക്കുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമല്ലെന്നും എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയെ വേറൊരു ഇടത്തേക്ക് മാറ്റണം, അതായത് ലേഖയുടെയും അനന്തുവിൻ്റെയും പക്കലേക്ക് മാറ്റണം എന്ന് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു ചീപ്പായിട്ടുള്ള ഡ്രാമ കളിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് സന്തോഷമാവാനും നമ്മുടെ കുഞ്ഞ് സേഫായിട്ട് പുറത്തേക്ക് വരാനും ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നു. എന്താ കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നീയുമായിട്ട് തല്ലിപ്പിരിയാൻ തീരുമാനിക്കുക, എന്നിട്ട് അത് നമ്മുടെ ശത്രുക്കളെ അറിയിക്കുക, അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടട്ടെ, പിന്നെ എന്തായാലും നിൻ്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യാനായിട്ട് അവർ മുതിരില്ല എന്നൊക്കെ അങ്ങനെ പറയണം.
അങ്ങനെ കണ്ണനാണെങ്കിൽ ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലേക്കാണ് മഹിയെ വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മഹിയും അതിന് സമ്മതിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചുകൊണ്ട് കണ്ണനാണെങ്കിൽ പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതായത് മഹാലക്ഷ്മി തെറ്റുകാരിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് കണ്ണനും പെരുമാറുന്നത്. ഇപ്പോൾ എന്തായടാ, നീ അവളെ തലയിൽ വെച്ചിട്ടായിരുന്നല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അവൾ നിന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും എന്നോടൊന്നും പറയണ്ട. ചതി അതെനിക്ക് ഇഷ്ടമല്ല. അതിനിപ്പോൾ എൻ്റെ ജീവനായിട്ടുള്ള ഭാര്യയായാലും ഞാൻ അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കുമെന്നൊക്കെ കണ്ണൻ പറയുകയാണ്. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷാവിധി വിധിച്ചോ. അവളെ അവിധ സന്തതിയെയും വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവളാണ്. അവളെ ഇനി കമലേശ്വരം വീട്ടിലേക്ക് കയറ്റരുത്. നിന്നെ ചതിച്ചതാണ് അവൾ. നീ അവളുടെ പേരിൽ എന്തൊക്കെയാണ് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത്, അതൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ച് വാങ്ങാൻ നോക്കുന്നതൊക്കെ അങ്ങനെ പറയുകയാണ്. എല്ലാത്തിനും ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി എന്തായാലും മഹാലക്ഷ്മി കമലേശ്വരത്തിലേക്ക് വരില്ല എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ദുർഗയ്ക്കും ഉണ്ണിക്കൊക്കെ തന്നെ. എന്തായാലും പുതിയ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.